നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡ് തന്നെയാണ്. ഇതൊരു 7ന്റെ പണിയായിട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ വലിയ എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടുള്ള സംഭവം തോന്നിയില്ല. ആകെ ആ ഒരു ടാസ്ക് മാത്രം കുറച്ചൊന്ന് ഭേദമായിട്ട് തോന്നി. പക്ഷേ ടാസ്ക് 7ന്റെ പണിയെ കൊടുത്തിരിക്കുന്നത് അവിടെ സ്കോർ ചെയ്തിരിക്കുന്നത് അനീഷ് തന്നെയാണ്, വേറെ ആരുമല്ല. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി? അവിടെ ബുദ്ധിപൂർവ്വം കളിച്ചത് അനീഷാണ്. പക്ഷേ ബാക്കി എല്ലാവരും മൊണ്ണകളാന്നേ ഞാൻ പറയുള്ളൂ. മൊണ്ണകളെന്നൊന്നും പറയാൻ വേണ്ടി പറ്റുമൊന്നുമില്ല. അതെങ്ങനെ? എന്റെ അച്ഛൻ പേടിക്കോ, എന്റെ അച്ഛൻ ഇതാക്കോ, എന്റെ അച്ഛൻ മരിച്ചാലേ ഞാൻ മൊട്ടയടിക്കുള്ളൂ. അവന്റെ ഗെയിമല്ല, അവന്റെ നല്ല അവന്റെ അച്ഛൻ ജാഗ്നിയായിരുന്നു. അവന്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ടോ, ഈശ്വര ഈ പോഴൻ ഇതിനകത്ത് പോകുന്ന ഞാൻ ചാകുന്നതായിരുന്നു. അല്ല, 1000 പോയിന്റ്സിന് വേണ്ടി അവൻ പറഞ്ഞത് കാര്യമില്ല. അവന്റെ മുടി കളഞ്ഞിട്ട് 1000 പോയിന്റ്സ് കിട്ടിയിട്ട് എന്തുണ്ടാക്കാനാണ്? അല്ല എന്റെ പൊന്നു, അവരെ നോമിനേഷനിൽ ഇടൂലെന്ന് ഉറപ്പുണ്ടോ? അതല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവൻ എന്തിനാ ഏറ്റെടുക്കുന്നത്? ഞാൻ ജ്യൂസ് കുടിക്കാൻ അവൻ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അവനെ എല്ലാരും കൂടി സെലക്ട് ചെയ്ത് വിട്ടതല്ലേ. എന്തിനാണ് എല്ലാരും കൂടി ഇവരെ സെലക്ട് ചെയ്യുന്നത്? എല്ലാ കാര്യത്തിനും ആര്യനെയും ജിസേലിനെയും മാത്രം എന്തിനാണ് സെലക്ട് ചെയ്യുന്നത്? അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇപ്പൊ ആര്യന് പറഞ്ഞൂടെ? അനീഷ് പറഞ്ഞു ഞാൻ മിണ്ടുന്നില്ല. ആര്യന് പറഞ്ഞാൽ ജ്യൂസ് കുടിക്കാൻ തയ്യാറാണ്. മറ്റേ ഉള്ളു വേണമെങ്കിൽ മുട്ടയടിച്ചോളാ. പിന്നെ വേറൊരു കാര്യം നീ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാ കാര്യത്തിനും ആര്യനും ജിസേലും ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ 5-ൽ ഈ ടോപ്പ് 5-ലേക്ക് കൊണ്ടുവന്നിരിക്കുക. അവിടെയുള്ള എല്ലാ മുണ്ണകളും കൂടിയിട്ട് അക്ബർ, അപ്പാനി, ഷാനവാസ്, ആര്യൻ, പിന്നെ മറ്റേ ജിസേല്, ഈ 5 പേരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ കളവറിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവര് തന്നെ ആര്യനെയും ജിസേലിനെയും വലിയ പ്ലേയേഴ്സ് ആണെന്നുള്ള രീതിയിൽ അങ്ങ് അവരോധിച്ച് വെച്ചിരിക്കുക. ബാക്കി ആർക്കും അവിടെ വന്നിട്ട് ബാക്കിയുള്ളവരുടെ പേര് പറയുന്ന സമയത്തുള്ള ഓരോരുത്തരുടെ പ്രകടനം കണ്ടില്ലായിരുന്നോ? അതായത് എന്റെ അഭിപ്രായത്തിന് പറഞ്ഞ ഇവരൊക്കെ നന്മവരങ്ങളാണ്. അത് ആദ്യം തന്നെ ഈ ആദില നൂറേനെ പിടിച്ചിട്ട് എരുത്തേ പിടിച്ച് പുറത്താക്കണം എന്ന് ഞാൻ പറയുന്നത്. പാഷാണത്തിൽ കൃമികൾ എന്ന് പറഞ്ഞ ആദില നൂറയാണ്. ഒരു ഇതുമില്ലാതെ വെറുതെ വന്ന് ഗെയിമിലേക്ക്. അല്ല, അവര് ചെയ്തത് നല്ലൊരു ഡിസിഷൻ. അവരെന്ത് ചെയ്യുന്ന ഫാമിലി വരണം എന്നുള്ളത് അവര് എത്രയോ ആഗ്രഹിച്ചു നിൽക്കും. അവർക്ക് എന്ത് ഫാമിലിയാ ഉള്ളത്? ഏത് ഫാമിലി അവർക്കുള്ളത് എനിക്കറിയില്ല. രേണുസുദ്ദീന്റെ ഫാമിലി വരണം, പിന്നെ റെന ഫാത്തിമയുടെ ഫാമിലി വരണം. പിന്നെ ആരുടെയായിരുന്നു? അപ്പാനി എത്ര നാളായി എനിക്ക് എന്റെ ഭാര്യനോട് സംസാരിക്കണം എന്ന് എന്തിനാന്ന് അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ബന്ധം കാണിച്ചിട്ടാണ്, അല്ലാതെ വേറെ ഒന്നല്ല. അപ്പാനി പറയണായിരുന്നു എനിക്ക് വേണ്ടെന്ന്. എന്തുകൊണ്ട് അപ്പാനി വേണ്ടെന്ന് പറഞ്ഞില്ല? അപ്പാനിയല്ല, അപ്പാനിയായിരുന്നു. ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവന്മാരെ കളിച്ചിരിക്കുന്നതല്ല ഫൗള് കളിയാ. അവിടെ സൂപ്പർ സ്റ്റാർ ആയതെന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമേ ഞാൻ പറയൂ. അവനെ ഏൽപ്പിച്ച ഡ്യൂട്ടി അവൻ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ ഈ ഈറ്റുങ്ങൾക്ക് മൊത്തത്തിൽ അറിയില്ല. അല്ല, ബാക്കി ആരോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അവർക്ക് ആര്യനോട് മുട്ടി നിൽക്കാൻ പറ്റുന്നില്ല, ജിസേലിനോട് പിന്നെ ഒന്നും പറയുന്നേ ഇല്ല. അതെന്തുകൊണ്ടൊന്നും പറയാത്ത? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ആര്യനെയും അതുപോലെ ജിസേലിനെയും ഇവര് തന്നെ ടോപ്പ് 5-ൽ അവരോധിച്ചു കഴിഞ്ഞു. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവർക്ക് വേറെ ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആര്യനാണെങ്കിൽ ഞാനെന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞ് നടക്കുക. അതെല്ലാരും അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കും. ആര്യനെ എനിക്ക് കാണുമ്പോഴേ മുട്ടിയിടാനായ കോഴി നടക്കുന്ന പോലെയാണ്. കാരണം എന്താ അറിയാ, വേറെ ഒന്നുമില്ല. ഞാൻ ഇപ്പൊ ഇടുന്നു പറയും, ഒന്നും എടുത്തൂല്ല. അങ്ങനെയാന്ന് നടന്നത്. വെറുതെ ഇങ്ങനെ എന്തോ അനക്കെന്തോ ഭയങ്കര സ്റ്റൈലുണ്ട്, ഞാനെന്തോ വലിയ മുസൽമാനാന്ന്, ഞാനെന്തോ വലിയ പക്ഷേ എല്ലാ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന സരിക, പിന്നെ അനുമോളൊക്കെ എന്തിനാ ഇങ്ങനെ ആര്യന്റെ പിന്നാലെ നടക്കുന്നത്? ഞാൻ പറയുന്നവർക്ക് പേടിത്തൊണ്ടൻ അനീഷ് പറയുന്നതല്ലേ കറക്റ്റ്. ആ നിമിഷം മിണ്ടിയിരുന്നെങ്കിൽ അനീഷ് പോയിട്ട് ഞാൻ മുട്ടയടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗെയിം അവിടെ കഴിഞ്ഞു. ആ ഗെയിം ബിഗ് ബോസ് വരെ റദ്ദ് ചെയ്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയൂ. അത് ബുദ്ധിപൂർവ്വം കളിച്ചത് അനീഷ് തന്നെയാണ്. അതിലെന്ന് പറഞ്ഞ ഈ ആര്യൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞാൻ മുട്ടയടിക്കാന്ന് പറഞ്ഞു ഉവലുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പേടിത്തൊണ്ടരാന്ന് നമ്മളറിയാം. എന്റെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാലേ ഞാൻ മുട്ടയടിക്കുള്ളൂ. എനിക്ക് സിനിമക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ അതിന് വേണ്ടിയിട്ടാണ്. ഇല്ല, എന്നിട്ട് പിന്നെ അപ്പാനിനോട് പറയുന്നുണ്ട് സിനിമക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ മുട്ടയടിക്കും. അത് കഴിഞ്ഞ് അനുമോളോട് പറയുന്നുണ്ട് 10,000 പോയിന്റ്സ് ആയിരുന്നെങ്കിൽ ഞാൻ മുട്ടയടിച്ചേനെ. അന്നേരം എനിക്ക് അച്ഛനില്ലേന്ന് അനുമോള് ചോദിക്കുന്നത്. ഇതല്ലേ ഞാൻ പറഞ്ഞത്. ആ അച്ഛൻ ഇതിലും നല്ലത് വിചാരിക്കുന്നത് ഈശ്വര, ഇവന്റെ അച്ഛനാന്ന് പറയുന്നതിലും നല്ലത് ഞാൻ ഈടെ കിടന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു. കാരണം അത്രയും നാണം കെടുത്തു പോയത് സ്വന്തം തന്തേനെ നാണം കെടുത്തി, അതുപോലെ സ്വന്തം സമുദായത്തിനെ നാണം കെടുത്തി. അല്ല, ഏത് സമുദായം ദൈവം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏത് കോണത്തിലെ സമുദായം കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഈ ആര്യൻ എന്ന് പറയുന്ന പേടിത്തൊണ്ടൻ ഉള്ളിടത്തോളം കാലം ആ സമുദായവും അവന്റെ വീട്ടുകാർ വരെ നാണം കെടുന്നേ എനിക്ക് പറയാനുള്ളൂ. അതായത് അവന് ശരിക്കും പറയാലോ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അതെ, ഇതൊരു ഗെയിം മാത്രല്ലേ അല്ലേ? അതല്ലേ പറയുന്നത്. എന്റെ സമുദായം കോപിക്കും, എന്റെ നമ്മൾ ആക്ടേഴ്സ് അല്ലേ, എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല? അതല്ലേ ഞാൻ പറയുന്നത്. ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എത്ര ആൾക്കാർ അവിടെ അതല്ല, അവന്റെ മനസ്സിലെന്ന് പറഞ്ഞ ഉന്നത കുല ജാതനാന്ന്. അതാണ് നീ മനസ്സിലാക്കേണ്ടത്.
അപ്പൊ ഇവനെയൊക്കെ എന്ന് പറഞ്ഞ് ഇത്രയും വൃത്തികേടായിട്ട് ചിന്തിക്കുന്ന ഇവനൊന്നും ബിഗ് ബോസിൽ ഒരു കാരണവശാലും നിർത്തിക്കാൻ പാടില്ല. ഈ ബിഗ് ബോസ് കാണുന്നത് ഉന്നതകുല ജാതന്മാരൊന്നുമല്ല, എല്ലാവരും കാണുന്ന ഒരു ഷോ ആണ്. അല്ല, രേണുവിനെയൊക്കെ പറഞ്ഞപ്പോ അവന്റെ പുച്ഛം കണ്ടില്ലായിരുന്നു. എന്താ ഇങ്ങനെ പുച്ഛിക്കാൻ മാത്രമുള്ളത്? എല്ലാവർക്കും അവിടെ ഈക്വൽ ചാൻസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെ, ഒരു ടാസ്ക് കിട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തൂടെ? എന്തായാലും ആര്യനും ജിസയിലും മാത്രമേ ചെയ്തോളൂ. അത് അഭിലാഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് അവരിട്ട് കൊടുത്തത് ഒരു പണിയാണ്. അനീഷ് ഒരു പണി കിടക്കട്ടെ. ഇപ്പോ ഞാൻ വേറൊരു കാര്യം കൂടി നിന്നോട് പറയാം. അവിടെയുള്ള ഒരു 10-18 ആൾക്കാരില്ലേ, ഈ 18 ആൾക്കാരും ഒരു ഗ്രൂപ്പാണ്. പക്ഷെ അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമേ വേറെയുള്ളൂ. അതിന്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 18 ഇവരെല്ലാവരെയും വിളിച്ച് ചോദിക്കുന്നത്, നാളെ സിംഹക്കൂട്ടിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളെ വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിംഹം ഉണ്ട് അവിടെ കടിച്ചു കീറും എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ഇവരെല്ലാം പറയും അനീഷിനെ വിട്ടേന്ന് പറയും. കാരണം എന്താ, അനീഷ് മാത്രമേ അവിടെ ഗ്രൂപ്പില്ലാതുള്ളൂ, ഒറ്റയ്ക്ക് കളിക്കുന്ന അനീഷ് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും പറയുന്നത് എന്താ, ഞാൻ ഒറ്റക്കാണ്, ഞാൻ ഒറ്റക്കാണ്, ഞാൻ ഒറ്റക്കാണ്, ഞാൻ ഒറ്റക്കാണ്. മനസ്സിലായി? ഇതാണ് അവിടെ കളിക്കുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേടിത്തൊണ്ടന്മാരെയൊക്കെ കൊണ്ട് ബിഗ് ബോസ് എത്ര കാലം ഇങ്ങനെ വണ്ടി വലിക്കുന്ന എനിക്കറിയാം. കൊടുത്ത ഗെയിം സൂപ്പർ ആയിട്ടാ. ഇത്രയും ദിവസം 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പഴാ ശരിക്കും 7ന്റെ പണി ആയത്. അതില് എനിക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അക്ബറിനെ ഇനി അവിടെ നിർത്തിക്കുന്നത് അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അല്ലേ? അയാൾ എന്താ കളിക്കുന്നത്? അയാളെ വീടാണോ ഇത്? അയാളൊക്കെ പറഞ്ഞു നിൽക്കുന്നതിന് കുഴപ്പമില്ല. അവനെന്തോ ഈ എന്താ പറയുക, എന്നെ പിടിക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞ പോലെ അവൻ എടുത്തെറിയൊക്കെ ചെയ്യുന്നുണ്ടില്ല. ആ എടുത്തെറിയുന്നതിന് എന്റെ അഭിപ്രായത്തിന് ബിഗ് ബോസ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവനൊരു ശിക്ഷ കൊടുക്കേണ്ടതാണ്. അല്ലാതെ അവനെയൊന്നും അതല്ലേ പറയുന്നത്. അവൻ ഇത്രയും ടമ്പർ ആണെങ്കിൽ അവൻ അവിടെ കത്തിയുടെ അടുത്ത് കുത്തും എന്നുള്ള പലപ്പോഴും പറയുന്ന വാക്കുകൾ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അക്ബർ ഒരു നല്ല ഗെയിമർ ആയിട്ട് വരുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. അതായത് ചില സമയത്ത് നമ്മൾ വില്ലന്മാരെ സ്നേഹിക്കും, പക്ഷെ അക്ബർ എന്ന് പറയുന്ന വില്ലനും അല്ല ഹീറോയും അല്ല, സീറോ ആയി മാറിക്കൊണ്ടിരിക്കാന്ന് ഞാൻ പറയുന്നുള്ളൂ. ഒരു ഗ്രൂപ്പിസം അല്ലാത്ത ഗ്രൂപ്പിസം എവിടെ എത്താൻ പോകുന്നില്ല. അതല്ലേ പറയുന്നത്. ഇപ്പൊ അപ്പാനി കളിക്കുന്ന ചീപ്പ് ഗെയിമാണ്, അതുപോലെ ഷാനവാസ് കളിക്കുന്ന ചീപ്പ് ഗെയിമാണ്. ഷാനവാസിന്റെ ഗെയിം ചീപ്പാന്ന് ഷാനവാസ് ഗ്രൂപ്പിസം കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? അനീഷും ഷാനവാസും തമ്മിൽ ഒരു കെമിസ്ട്രി തന്നെയുണ്ട്. അല്ല, ഗ്രൂപ്പീസ് അല്ല ഇവര് കളിക്കുക. ഈ ഷാനവാസ് ഇന്നലെ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, അത് ഈ ലാലേട്ടൻ എടുത്ത് പുറത്തോടും ഈ ആഴ്ച. എന്താ അറിയാ, ഞാൻ ഓന്റെ ഫാമിലിനെ വെച്ച് കളിക്കും. ഫാമിലിനെ വെച്ച് കളിക്കുന്നില്ല എന്നല്ലേ? അല്ല, ഫാമിലിനെ വെച്ചല്ല, ഓൻ എന്താ വെച്ചാൽ ഞാൻ ഇവനെ ഭയപ്പെടുത്തി പക്ഷേ അത് ചിലപ്പോ എന്റെ ഫാമിലിയോ വേറെ ആളോ കാണുന്നുണ്ടാവില്ല. അതെ, അതൊരു സംഭവം ഉണ്ട്. ഞാൻ ഈ ഇത് വെച്ച് ഞാൻ കളിക്കൂല എന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന ഒരു പരിപാടി. ഇത് വെച്ച് ഞാൻ കളിക്കും. അപ്പൊ ഒരുത്തന്റെ കുടുംബത്താർക്കല്ലേ ഓൻ ചെയ്യുന്നത്. ഓൻ എന്ത് മാന്യനാ. പിന്നെ അവൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഓൻ പിന്നെ സംസാരിക്കൂല. പക്ഷെ ലാലേട്ടൻ അത് കൃത്യമായിട്ട് എടുത്ത് പുറത്തിടും. നീ കണ്ടോ? അത് അപ്പാനിക്കറിയാം. അപ്പാനി ഇത് മോശാന്ന് വിചാരിക്കുന്നോണ്ട് അപ്പാനി മിണ്ടാണ്ടിക്കുന്നത്. അപ്പൊ അപ്പാനെ അങ്ങനെ പേടിച്ച് എന്നാ പറയേണ്ട ഒരു സൈഡായിട്ടാണ് ഇപ്പോഴുള്ളത്. ഫാമിലി കാര്യം തന്നെയല്ലേ, പിന്നെ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അല്ല, ഫാമിലി ആണെങ്കിലും അവന്റെ വിചാരം എന്ന് വെച്ചാൽ അവന്റെ ഭാര്യനെ വിട്ടുപോയിട്ടുണ്ടാവുന്നില്ല. കാരണം ഭാര്യ സ്നേഹം ഭയങ്കര കുറച്ച് ഓവറായിരുന്നു. ഇവിടെ വന്നിട്ട് വേറെ ഇത് കാണിച്ച് വേറെ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യം വരില്ലേ? അവൻ എന്താണ്ടോ ഉള്ള രീതിയിലാണെന്ന് ഷാനവാസ് സംസാരിക്കുന്നതിന് മേ ബി നമ്മളെ കട്ട് ചെയ്ത് കാണിക്കാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പാനിയുടെ പേടി കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്? അല്ല, ബിഗ് ബോസ് പലതും കട്ട് ചെയ്തിട്ട് തന്നെ കാണിക്കുന്നത്. കാരണം ഇന്ന് രേണു സുധീനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ല. അത് BB+ ഉണ്ടാവുമായിരിക്കും. അത് BB+ ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ആരാധകരെ ബിഗ് ബോസ് ആക്രമിക്കും എന്നുള്ള പേടി കൊണ്ടായിരിക്കും അവിടെ, വേറെ ഒന്നും കൊണ്ടല്ല. അല്ല, അതിലും വലിയ വലിയ സംഭവങ്ങൾ ഇവിടെ കിടക്കുമ്പോ അത് ഇത്ര വലിയ സംഭവമാണ്. പിന്നെ എന്താ പറയേണ്ടത്, ബറവാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമല്ലായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് രേണു നടന്നു പോകുന്ന വഴിക്ക് അല്ല മീൻസ് അതിൽ എനിക്ക് ഒരു കുറച്ച് ഒബ്ജെക്ഷൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രേണു സുധിക്ക് ഹൈജീൻ ഇല്ല. ഓക്കെ, അത് അവർക്ക് വേണമെങ്കിൽ പറയായിരുന്നു. അത് പലപ്പോഴും നോട്ടീസ് ചെയ്ത് ലൈവിലായാലും കുറെ പേരൊക്കെ കമന്റ് ഇടുന്ന കാണുന്നുണ്ട്. രേണു സുധി എപ്പം നോക്കിയാലും തല കയ്യിലാണ് അവർക്കൊരു ചീർപ്പ് കൊണ്ട് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് അവിടെ ഒരു സൈഡിൽ മാറ്റി നിർത്തിയാലും ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആണോ അവിടെ? ആരുമല്ല. കാരണം എല്ലാവർക്കും മുഖം നല്ല ക്ലിയർ ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു. മുഖത്ത് നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ടിഷ്യൂ പേപ്പറിലൊന്നും അടിയിടുന്ന ടീമാണ്. അത് മാത്രല്ല, ഫുഡ് കഴിക്കുമ്പോഴുള്ള നമ്മളൊരു ഭക്ഷണ സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും അവിടെ ഫുഡ് കഴിക്കൂല. അപ്പൊ ജിസയില് ചപ്പാത്തി ഉണ്ടാക്കുന്നോ? ജിസയില് വട ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന്? പണ്ടേത് ഹോട്ടലില് ആരോ പറഞ്ഞ പോലെ. അതായത് ജിസയിൽ ഇപ്പൊ ചപ്പാത്തിന്റെ ഇതിങ്ങനെ പരത്താൻ നമ്മളിങ്ങനെ കൈകൊണ്ട് അടിച്ചിട്ടല്ലേ വരുത്തുക. ജിസയിൽ ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പരത്തിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. മനസ്സിലാക്കുന്നീ? അങ്ങനെയൊക്കെ ഇല്ലേ? അവള് ഇന്നർ ശരിയാക്കിയതാണ് കേട്ടോ. ഇന്നർ അല്ലപ്പാ, ഇനിയും എനിക്ക് മനസ്സിലായില്ല. ഇന്നർ ശരിയാക്കിയ അല്ലാതെ അതെന്താ വെച്ചാൽ അങ്ങനെയാണ്. ഉണ്ട താഴെ വെക്കണ്ട. അതല്ല, ആ ഉണ്ടി എടുത്തിട്ട് ആ ഉണ്ടയുടെ
ഇങ്ങനെയാക്കിയില്ല. അത് ജിസയിലാവുമ്പോ വേറെ പ്രശ്നമൊന്നും ആർക്കും ഉണ്ടാവില്ല, മനസ്സിലായില്ല. ജിസയിലാവും പ്രശ്നമില്ല, രേണുസുതി പ്രശ്നമാവും. ജിസയിലാവുമ്പോൾ കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ബിഗ് ബോസിൽ ഇപ്പം പറഞ്ഞ ഈ കുലസ്ത്രീമാരുടെയൊക്കെ സ്വഭാവം എങ്ങനെയാ അറിയാം? അതായത് പുറത്ത് നിന്നിട്ട് അകത്തേക്ക് തുപ്പുന്ന സ്വഭാവമാണ്. എന്നിട്ട് എവിടെ വന്നിട്ട് രേണുസുദീനെ കുറ്റം പറയുന്നത്. അതായത് ഇത്രയും ഭയങ്കര വൃത്തിയും കാര്യങ്ങളും ഇല്ല ടീമാണെങ്കിൽ അവിടെ വെള്ളമൊഴിക്കാത്തൊന്നും രേണുസുദി ചെയ്തില്ലല്ലോ. അവിടെ വെള്ളമൊഴിക്കാതെ ചിത്രം വരച്ചു പോകുന്ന ടീമുണ്ട് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ജെന്റ്സ് മാത്രല്ല ലേഡീസ് ഉണ്ടെന്നല്ലേ സരിക പറയുന്നത്. ആലോചിച്ചൊക്കെ എന്താ അവസ്ഥ ഉണ്ടല്ലോ. അവിടെ ജെന്റ്സ് അല്ല ലേഡീസ് എല്ലാവരും ഉണ്ട് ചിത്രം വരച്ചു പോകുന്ന ടീമുകള്. അപ്പൊ അത്രയൊന്നും രേണുസുതി ചെയ്തിട്ടില്ല. അതുകൊണ്ട് രേണുസുദീനെ മാത്രം ഉണ്ടാക്കി കളയാന്ന് യുവമാരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അതിന് ഞാൻ വേറൊരു മറുപടി വീഡിയോ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. കാരണം എന്താ അറിയാം, ഇന്ന് അവിടെ ബിഗ് ബോസിലേക്ക് മറ്റേ രേണുസുദീന്റെ ഒരു ആർമീന്റെ മാർച്ച് ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത്. രേണുസുതി അത് പറഞ്ഞിരുന്നു, എന്റെ ആർമിക്കാര് അന്ന് എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ, എന്റെ ആർമിക്കാര് പുറത്തുനിന്ന് ഇതൊക്കെ കട്ട് ചെയ്തിട്ടോളും, ഇവിടെ ആർമിയൊക്കെ സെറ്റ് ചെയ്ത് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടാണ് ആള് പോയിരിക്കുന്നത് കേട്ടോ, ചുമ്മാ അല്ല. അതന്നെ ഞാൻ പറയുന്നത്. രേണുസുതി കൃത്യമായിട്ടെന്ന് പറയുന്നത് എറിയാനുള്ള കല്ലും പൊറുക്കിയിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഒരു സങ്കടം മുന്നേ ഇതേപോലെ കാട്ടുതീ ആവുന്നു പറഞ്ഞിട്ട് കാട്ടുതീയും ആയില്ല, ഒന്നും ആയില്ല. ജ്യോതിയും കണ്ടില്ല എന്തോ ആ ഒരു സിനിമയില് രേവതിയുടെ ഡയലോഗ് അല്ലേ, ജ്യോതി. ഞാൻ ഫയറാകുന്നല്ല പറഞ്ഞത്, ഫയറാകുന്നാ പറഞ്ഞത്, വറവാക്കാൻ വേണ്ടിട്ട്. അത്രയേ ഉള്ളായിരുന്നു, വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞ രേണുസുതി അവിടെ എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ പുറത്തതൊരു മാസമായേനെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ പരസ്യമില്ല, ആ പരസ്യം പോലെയാണ്. കാരണം ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതിരുന്നാലും ഭയങ്കര ഇതാവുന്ന ആ സാധനം പൊട്ടി അവര് പരിചയമില്ല, അതേപോലെയാണ്. എന്നിട്ട് ആ മുട്ടായിയും കൊടുക്കുമായിരുന്നു, ഈ മുട്ടായി തിന്നോളൂ മോനെ എന്ന് പറഞ്ഞ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് നടക്കുന്നത്. വേറെയൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ലല്ലോ ഇനി എപ്പിസോഡിനെ പറ്റി. മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബിഗ് ബോസ് ഇമാതിരി ഊള ഗെയിമെല്ലാം നിർത്താറുണ്ട്. കാര്യം എന്താ അറിയാം, അവര് ഏതായാലും നിങ്ങൾ പട്ടിണി കിടാൻ പോകുന്നില്ല, അവർക്ക് ഡ്രസ്സ് കൊടുക്കാണ്ടിരിക്കാൻ പോകുന്നില്ല. പിന്നെ ജനങ്ങൾ ഒരാഴ്ചയൊക്കെ ടാസ്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ, പിന്നെ അത് ഭയങ്കര ടാസ്കിന്റെ കാര്യമല്ല, അവർക്കൊന്നും വേണ്ടാന്ന് കഴിയും. അവർക്കൊന്നും വേണ്ട, അവർക്കിപ്പോ ഫുഡും വേണ്ട, ഡ്രസ്സും വേണ്ട. ഉള്ള ഡ്രസ്സിൽ ഞങ്ങൾ ഹാപ്പിയാണ്, എനിക്കുള്ള ഡ്രസ് ഫുഡ് മതി അല്ലെ. ഫാമിലി വരണം എന്നൊക്കെ പറയുമ്പോ പിന്നെ അത് തന്നെയല്ലേ. അല്ല, അതല്ലേ അപ്പു അനിച്ചേട്ടൻ പറയുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഫുഡൊന്നും വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ എന്തൊക്കെ തരുന്നുണ്ടൊക്കെ തന്നേന്ന്. നമ്മള് മുട്ട പോലും അടിക്കൂല, നിങ്ങൾ ഫുഡ് എന്തിലും വേണ്ടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ ദ്രോഹിക്കുന്ന ഒരു ടാസ്ക് ആയിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ദ്രോഹം കാണാൻ വേണ്ടിട്ട് നമ്മളെ നിൽക്കുന്നത്, അല്ലാതെ എന്ന് പറഞ്ഞാൽ നന്മ മരങ്ങൾ കാണാൻ വേണ്ടിട്ടല്ല. അന്നേരം പിന്നെ വേറെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആള് മതി ബിഗ് ബോസില്. ഒന്നാമത്തെ സീസണിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പേളി മാണിയൊക്കെ ഇരുന്നിട്ട് മറ്റേ എന്താ ഉമ്മിപ്പൊടിയോ എന്തെന്നത് മുഖത്തിടുന്ന. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്ക്, നിങ്ങൾക്ക് അങ്ങനെ ബിഗ് ബോസിൽ പോകണം എന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ബിഗ് ബോസിനും അതൊക്കെ കട്ട് ചെയ്ത് കാണിച്ചാൽ മതി. ഇവന്മാർ തെറി പറയുന്നല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഇവന്മാരാന്ന് പറഞ്ഞാൽ ഇച്ഛ ഇമ്മ ഇന്ന വരപ്പിക്കണം, അതാണ് വേണ്ടത്, അതാണ് ബിഗ് ബോസ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇങ്ങനെ നന്മ വരം കളിക്കുന്ന ഇതിന് വേണ്ടിയിട്ടല്ലല്ലോ വരുന്നത്. ഇഷ്ടമുള്ള ആളാടെ നിന്നാ മതി, ഇല്ലെങ്കിൽ നമ്മളെ മാരാറെ പോലെ 10 ആൾക്കാർ നമ്മൾ ഇറക്കുവായിരുന്നു. അത്ര തന്നെ. ഈ സീസണിൽ ഇനിയും കുറെ ആൾക്കാരുടെ ഫേസ് പുറത്തു വരാനുണ്ട്. എല്ലാരും ഇപ്പൊ ഒരു കുറെ പേരുടെ ഒക്കെ റിയൽ ഫേസ് എന്നും വരാനുണ്ട്. ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്നത് ഫീൽ ചെയ്യുന്നു. ഞാൻ പറയും, ഇപ്പൊ രേണുസുതി എങ്ങനെ നിൽക്കുന്നത്, എങ്ങനെ ഒരു 50 ദിവസം പോയി കഴിഞ്ഞാൽ ഈശ്വര 10,000 കൂട്ടി കഴിഞ്ഞാൽ 5 ലക്ഷം ഉറപ്പ് കിട്ടും. 5 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഋതപ്പന് ഒരു എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം. പിന്നെന്ന് പറഞ്ഞാൽ അപ്പച്ചന് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. 3 ലക്ഷം ഉണ്ട്. അതിനുണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ്. പിന്നെ എൻ്റെ PR-കളിലൊക്കെ സഹായിച്ചവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ഇതാണ് രേണുസുദീൻ്റെ ആഗ്രഹം. വേറെ ഒന്നുമില്ല. ആ മുഖം കണ്ടാൽ നമുക്കറിയാം. ബാക്കി എല്ലാവരും ഒന്നാന്നറിയാം. കപ്പ് ആര്യനോ രേണുസുദീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെയുള്ള ആൾക്കാർ ആരോ രേണുസുദീനെ ഇതൊരു നോമിനേഷനിൽ ഇട്ടിട്ടില്ല. ഇല്ല, ഞാൻ പറയുന്നത് അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ രേണുസുദീനെ എല്ലാവർക്കും പേടിയായി പോയി. എന്തുകൊണ്ടാ? അക്ബറും രേണുസുധിയും തമ്മിലുള്ള ഇഷ്യൂ വന്ന സമയത്ത് ലാലേട്ടൻ അതെടുത്ത് വലിയ സംഭവമാക്കിയിട്ട് അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു അല്ലെ. അതോടുകൂടി രേണുസുധിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മള് നെഗറ്റീവായി പോകുമോ എന്നുള്ളൊരു ഭയം വന്നില്ല എല്ലാവർക്കും. അതുപോലെ തന്നെ അനീഷ്, നീ ഒരു കാര്യം ശ്രദ്ധിച്ചു. അനീഷ് ലാലേട്ടൻ വന്നു പറഞ്ഞപ്പോൾ അനീഷ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അനീഷ് ഇപ്പൊ അത് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് വന്നാലും ഞാൻ നേരിടും, ഇനി നെഗറ്റീവായാലും വേണ്ടിയില്ല പക്ഷെ അവന് സംസാരം അവൻ കുറച്ചു അല്ലെ. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചു. പണ്ട് ബിഗ് ബോസ് ഞാൻ പോകാം ബിഗ് ബോസ് അത് കുറച്ചാർന്ന്. അത് ലാലേട്ടൻ തന്നെ പറഞ്ഞ മോശം, എനിക്ക് നമുക്ക് തന്നെ വരാൻ തുടിക്കും. ഒരേ കാര്യം തന്നെ. പക്ഷെ എങ്ങനെ അത് പറയുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട്. അതെ. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത റിവ്യൂ ആയിട്ട് വരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ, ഗുഡ് നൈറ്റ്.